78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ. ഹർ ഘർ തിരംഗ, തിരംഗ യാത്ര തുടങ്ങി വിവിധ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഹർ ഘർ തിരംഗ, തിരംഗയാത്ര എന്നീ പരിപാടികൾക്ക് തുടക്കമായി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദില്ലി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയും പരിസരവും സുരക്ഷാ വലയത്തിലാണ്. 3000-ലധികം ട്രാഫിക് പോലീസുകാരെയും 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. 700-ലധികം AI ക്യാമറകൾ നഗരത്തിൽ സ്ഥാപിച്ചാണ് നിരീക്ഷണം. 18,000-ലധികം പേരാണ് ദില്ലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കർഷകർ, യുവജനങ്ങൾ, വനിതകൾ എന്നിങ്ങനെ 11 വിഭാഗങ്ങളിലായി 4,000-ലധികം അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത്തവണ പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തെയും ചടങ്ങിൽ പങ്കെടുപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ജമ്മുകാശ്മീരിൽ സ്വാതന്ത്ര്യദിനാഘോഷം കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ മെട്രോ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധനയും ഏർപ്പെടുത്തി. മുംബൈ, കൊൽക്കത്ത, ഗുവാഹത്തി തുടങ്ങി പ്രധാന നഗരങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന പരിശോധനയും ക്രമീകരിച്ചിട്ടുണ്ട്. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. കനത്ത സുരക്ഷയാണ് ദില്ലിയിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.